ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് എനിക്ക്. ഞാൻ യു കെയിൽ വന്നതിൻ്റെ ഒരു പേർപ്പസ് എന്തായിരുന്നു, അത് ഇന്ന് കംപ്ലീറ്റ് ആവുന്ന ഒരു ദിവസമാണ്. എൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ്. ഐ എം ഗെറ്റിംഗ് ഗ്രാജുവേറ്റഡ് ടുഡേ. ഞാൻ രാവിലെ 10:30-ക്കാണ് ഞങ്ങളുടെ സെറമണി. അപ്പോൾ ഇപ്പോൾ രാവിലെ 8:45 നമ്മൾ നേരത്തെ എഴുന്നേറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡിയായി. എൻ്റെ മേക്കപ്പ് ചെയ്തത് റേയാണ്. റേ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. സോ ഭയങ്കര അടിപൊളിയാക്കി. ആരും ഇങ്ങനെയൊന്നും ചെയ്തു തന്നിട്ടില്ല. ഇത് ഭയങ്കരമായിട്ട് സൂപ്പറായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളെല്ലാം റെഡി. എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇത് നാട്ടിൽ നിന്ന് എടുത്താണ്, പാലക്കാട് നിന്ന് എടുത്താണ്, ബിബേന്ന്. എനിവേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇനി നമുക്ക് റോച്ചസ്റ്റർ കത്തീഡ്രലിലാണ് സെറമണിയിൽ, അവിടെ എത്തിയിട്ട് കാണാം. നമ്മുടെ ഗ്രാജുവേഷൻ സെറമണി നടക്കുന്നത് റോച്ചസ്റ്റർ കത്തീഡ്രലിലാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റോച്ചസ്റ്റർ മെഡ്വേയിൽ തന്നെ വരുന്ന ഒരു ടൗണാണ്. എൻ്റെ കോഴ്സ് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രെനിച്ചിൻ്റെ മെഡ്വേ ക്യാമ്പസിലായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ റോച്ചസ്റ്റർ കത്തീഡ്രലിൽ വെച്ചിട്ടായിരുന്നു ഗ്രാജുവേഷൻ സെറമണി നടന്നിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലണ്ടിലെ തന്നെ സെക്കൻഡ് ഓൾഡസ്റ്റ് കത്തീഡ്രലാണ് കേട്ടോ അത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് നന്നായിട്ട് ഇതിൻ്റെ അകവും പുറമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. രാവിലെ 10:30-ക്കായിരുന്നു സെറമണി. ഇപ്പം ഞാനിത് ഇവിടെ എൻ്റെ സീറ്റിലിരിക്കുകയാണ് വെയിറ്റ് ചെയ്തിട്ട്. ഇനി നമുക്ക് എൻ്റെ ഗ്രാജുവേഷൻ്റെ ഷോർട്സ് ഒക്കെ ഒന്ന് കാണാം. ലക്ഷ്മി മണ്ഡല കോട്ടിൽ പൗരു സഖാവിൽ. ഹർജോത് സിംഗ് മാൻ. അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ആ ഒരു മൊമെൻ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കത്തീഡ്രലിനകത്തുള്ള സെറമണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഗ്രാജുവേറ്റ്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട് അവർ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. നമ്മളെ ലൈനിലാണ് കൊണ്ടുപോകുന്നത്. എന്തായാലും അവിടെ നമുക്ക് അത്യാവശ്യം ജ്യൂസുകൾ, ചാമ്പെയിൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവർ വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ എന്തായാലും ഒരു ആപ്പിൾ ജ്യൂസ് കുടിച്ചു. ഹലോ. നമ്മുടെ ഗ്രാജുവേഷൻ എല്ലാം സെറമണി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അവർ ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പോൾ നമ്മളതൊക്കെ കുടിച്ച് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുക. അപ്പോൾ ഇതാണ് റിയ. റിയനെ ഞാൻ പ്രോപ്പറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. നേരത്തെ രാവിലെ കാണിക്കാൻ പറ്റിയില്ല ആളാണ്. ഇപ്പം റിയയാണ് എൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്തത്. എന്നെ എത്രയും ബ്യൂട്ടിഫുൾ ആക്കിയത് അവളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ഓൺ മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതെല്ലാം ചെയ്തത് ഈ കുട്ടിയാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട്. സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ. ആൻഡ് കുശാല എൻ്റെ ഇവിടെ ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് കുശാലയുടെ ഫംഗ്ഷൻ. എൻ്റെ 10:30 മണിക്ക് രാവിലെ കഴിഞ്ഞു. So what do you want to say about graduation? Yeah, I'm very excited about being graduated today. So yeah. She's graduating in MSc Electrical Engineering. Yeah, Electrical Engineering. Okay. ഞാൻ MSc Engineering Management ആണ്. So happy അല്ലേ? ഭയങ്കര it's a dream. Yeah, it's a dream for everyone, and we have done it. And function was also really good. And we are all so happy and excited. Yeah. So congratulations once again. Congratulations to you too. Okay, thank you. So next plan നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കണം. നമ്മൾ ആരും രാവിലെ നന്നായിട്ട് കഴിച്ചിട്ടില്ല. അപ്പം ഇനി ഭക്ഷണമൊക്കെ കഴിക്കണം. ഇവിടെ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തു. That's it. ഇനിയുള്ള കുറച്ച് ക്ലിപ്പിൻ്റെ ഓഡിയോ എന്തോ ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ ഒരു സ്ഥലത്തൊരു സ്പോട്ടിൽ വന്നിട്ട് ഒറ്റയ്ക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞൊന്ന് മാറി വന്നതാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അച്ഛനും അമ്മയ്ക്കും ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വർക്കൊക്കെ കാരണം. അച്ഛനെയും അമ്മേനെയും ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ലപോലെ. കാരണം അവരുടെ ഒരു എഫേർട്ടും സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അവരെ ഞാൻ അല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ നല്ല ചില സുഹൃത്തുക്കളും എല്ലാവരും ഇന്നത്തെ ദിവസം എന്നെ ഒരുപാട് ഹാപ്പിയാക്കി. അവർ എനിക്ക് വലിയ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും കുറേ ഫോട്ടോസ് എടുത്തു. എന്നിട്ട് അതിനൊക്കെ ശേഷം ഞങ്ങൾ നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഇന്ത്യൻ ഫുഡ് തന്നെ കഴിക്കണം എന്ന് വിചാരിച്ച് റോച്ചസ്റ്റർ കത്തീഡ്രലിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാണ്ടത് അവിടുത്തെ ഫേമസ് ബ്രിഡ്ജാണ്, റോച്ചസ്റ്റർ ബ്രിഡ്ജ്. എന്നിട്ട് ഞങ്ങൾ ബാസ് ബാർ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്ന് നല്ല ഫുഡായിരുന്നു. നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. എൻ്റെ ഗ്രാജുവേഷന് എന്നെ പോലെ തന്നെ ഈക്വലി എക്സൈറ്റഡ് ആയിട്ടുള്ള 2-3 പേരിൽ ഒരാളായിരുന്നു റിയ. റിയ എനിക്ക് എൻ്റെ സിസ്റ്ററിനെ പോലെയാണ്. ഇന്ന് എനിക്ക് റിയ തന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതായിരുന്നു.
ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ തിരിച്ച് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞതേ റൂമിലെത്തി. ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയുക, എൻ്റെ ലൈഫിൽ വളരെ വലിയൊരു ഡ്രീമായിരുന്നു, അത് അച്ചീവ് ചെയ്യാൻ പറ്റി. കുറേ ആഗ്രഹങ്ങളായിട്ടാണ് UK വന്നത്, അതിൽ ഒരു ആഗ്രഹമായിരുന്നു ഇത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും എൻ്റെ ഇതിന് കൂടാതെ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. വളരെയധികം നമുക്ക് ഈ ഗ്രാജുവേഷൻ സെറമണി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ആ ഒരു ഗൗണൊക്കെ ഇട്ട് തുപ്പിയൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഭയങ്കരമായിട്ട്. സ്റ്റേജിലൊക്കെ കയറി നമ്മുടെ പേര് അനൗൺസ് ചെയ്യുമ്പോഴൊക്കെ ഇതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ഡേക്ക് വേണ്ടി കുറേ ആയിട്ട് ഇങ്ങനെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു. ഇറ്റ്സ് എ ബിഗ് ഡേ ഇൻ മൈ ലൈഫ്. ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു തരത്തിലുള്ളൊരു വലിയൊരു ബിഗ് ഡേ ആണത്. സോ ദാറ്റ്സ് ഇറ്റ്. ടാറ്റാ, ബൈ ബൈ.